ഇങ്ങനൊരു സംഭവം നിങ്ങളുടെ മുഖത്ത് അല്ലെങ്കിൽ സ്കിന്നിൽ എവിടെയെങ്കിലും വരുവാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഈ വീഡിയോ കാണുക. നിങ്ങൾക്ക് ഉറപ്പായും ഉപകാരപ്രദമാകും. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ഇൻഫർമേഷനാണ് ഈ വീഡിയോയിലുള്ളത്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ വളരെ കോസ്റ്റ് കുറച്ച് എങ്ങനെ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ കാട്ടുന്നത്. ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പുറത്തൊരു ക്ലിനിക്കിൽ പോവാണ്. ഗ്ലോയങ്. അപ്പോൾ എടപ്പള്ളിയിൽ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാലിൻ്റെ മൂക്കിൽ ഒരു ഇത് വന്നിട്ടുണ്ട്, അരിമ്പാറ പോലെ വന്നിട്ടുണ്ട്. അത് ക്ലിയർ ആണെന്ന് സ്കിൻ ടാഗ് എന്നാണ് അതിന് പറയുന്നത്. അപ്പം അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അധികം റേറ്റ് ഒന്നും ആവത്തില്ല. അപ്പം ഇത് വെച്ചോണ്ടിരുന്ന് കുറച്ച് നാളുകളായിട്ടുണ്ട്. അപ്പോൾ വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ സ്പ്രെഡ് ആവുമെന്ന് നമ്മളിങ്ങനെ പലയിടത്തും കണ്ടു. അപ്പോൾ ഇങ്ങനെ പലയിടത്തും ഇങ്ങനെ പറഞ്ഞു, ഗൂഗിളൊക്കെ നോക്കിയപ്പോൾ അങ്ങനെ സംഭവം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തായാലും ഈ വെച്ചോണ്ടിരിക്കാതെ ട്രീറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. വലിയതൊന്നും അല്ല, പക്ഷേ അത് വെച്ചോണ്ടിരുന്ന ചിലപ്പോൾ സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഗ്ലോയങ് എന്നുള്ള ആ ക്ലിനിക്കിൽ പോയി നോക്കുകയാണ്. അപ്പോൾ ബിഫോർ ആഫ്റ്റർ റിസൾട്ട് നിങ്ങളെ കാട്ടിത്തരാം. ആ സംഭവം എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതില്ലേ ക്ലിനിക്കിൽ എത്തിക്കഴിഞ്ഞ് നമുക്ക് അധികം ഡിലേ ഒന്നും വന്നിട്ടില്ല. ടോട്ടൽ എല്ലാം കൂടി വെയിറ്റിംഗ് ടൈമും ഈ ലേസർ വഴിയാണ് ഈ സംഭവം ചെയ്യണത്. അത് എല്ലാം കൂടി ഉൾപ്പെടെ ഒരു 45 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോരാനായിട്ട് പറ്റിയിട്ടുണ്ട്. പലതരം ട്രീറ്റ്മെൻറ്റുകൾ ഇവിടെ ഉണ്ട് സ്കിൻ റിലേറ്റഡ്. നല്ല സ്റ്റാഫാണ്, നല്ല ബിഹേവിയറാണ്. എന്താണെങ്കിലും ആഫ്റ്റർ റിസൾട്ട് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണാം. അപ്പം നല്ല രീതിയിൽ അങ്ങനെ സംഭവം ഉള്ളതായിട്ട് പോലും കാണത്തില്ല. എന്താ പറയുക, ഒരു മൂക്കുരു വന്ന സെറ്റപ്പ് മാത്രമേ ഇപ്പോൾ അവിടെയുള്ളൂ. അതിന് കുറച്ച് മരുന്നുകളും ഒരു ഓയിൽമെൻറ്റും തന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ സംഭവമൊക്കെ ചെയ്തിരിക്കുകയാണ്. സംഭവം നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് കാണാൻ പറ്റും. അതുണ്ടോ, സംഭവം നല്ലോണം ക്ലീനായിട്ട് സംഭവം പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം എത്ര ഫീസ്? ഡോക്ടർ ഫീസ് 400, ചെയ്യാനായിട്ട് 600. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഭയങ്കര റേറ്റ് ആയി. ടോട്ടൽ 1000 രൂപയൊക്കെ ആയിരുന്നു. ടോട്ടൽ ഏകദേശം 1000 രൂപ റേഞ്ച് ആയിട്ടുള്ളൂ. പിന്നെ ഡോക്ടർ വേറൊരു കാര്യം പറഞ്ഞു, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ സംഭവം വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ ഉടനെ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. അത് പോകും അങ്ങനെ വിചാരിച്ച് നമ്മൾ ഇരിക്കരുത്. ഉടനെ തന്നെ നമ്മൾ ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾ സ്പ്രെഡ് ആകാതെ ഇരിക്കും. ഇതിപ്പോൾ ഭാഗ്യത്തിന് നമുക്ക് സ്പ്രെഡൊന്നും ആയിട്ടുണ്ടായില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സംഭവം വരുവാണെന്നുണ്ടെങ്കിൽ ഫേസിൽ അങ്ങനെ ഇവിടെയാണെങ്കിൽ ഇങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ട്രീറ്റ് ചെയ്യാൻ നോക്കുക. അല്ലാതെ ഇത് പോകുമെന്ന് വിചാരിച്ച് ഇരിക്കരുത്. അപ്പോൾ എന്താണെങ്കിലും ഈ ക്ലിനിക്ക് വളരെ നല്ല രീതിയിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ളിടത്തൊക്കെ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഏകദേശം 2000 റേറ്റ്, 3000 റേഞ്ച് വരെയൊക്കെ പലയിടത്തും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏകദേശം 1000 രൂപ തന്നെ ഏകദേശം ആയിട്ടുള്ളൂ. അത് മരുന്ന് ഉൾപ്പെടെയാണ് തന്നിട്ടുള്ളൂ. ഒരു ഡോക്ടർ ഫീസും മരുന്നും എല്ലാം കൂടിയാണ്. അതായത് നമ്മൾ ഈ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസത്തേന് ആന്റിബയോട്ടിക്കുകൾ, ഒരു മരുന്ന്, 3 ദിവസത്തെ ഓയിൽമെന്റ് അല്ലേ, ഇഞ്ചക്ഷൻ വെക്കും വേദന എടുക്കാതിരിക്കാൻ. അതിന് ശേഷമാണ് ലേസർ വെച്ച് കരിയിക്കും. അതെ, ആദ്യം ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട് മൂക്കിൽ. അത് കരിയിക്കുന്ന സമയത്ത് ലേസർ വെച്ച് ചെയ്യുന്ന സമയത്ത് പെയിൻ ഉണ്ടാവാതിരിക്കാനായിട്ട്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ചെറിയ രീതിയിലൊരു ഡോട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി ഒരു 3 ദിവസത്തേന് ഓയിൽമെൻ്റ് ഉണ്ട്. അപ്പോൾ അത് ചെറിയൊരു പാട് പോലെ ചെറിയ രീതിയിൽ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ചെയ്യേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെ പൊക്കോളും. അപ്പോൾ ഒരു ചെറിയ ഡോട്ട് പോലെ വന്നേക്കുന്നതുകൊണ്ട് ആ ഒരു ട്രീറ്റ് ചെയ്തതിൻ്റെ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിന് ഓയിൽമെൻ്റ് ഒരു 3 ദിവസത്തേനുണ്ട്. എന്താണെങ്കിലും സംഭവം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇത് ചെയ്തുകൊണ്ട് അവളുടെ കോൺഫിഡൻസ് നല്ല രീതിയിൽ ഉയർന്നിട്ടുണ്ട്. മറ്റേ മാസ്ക് വെച്ചൊക്കെ നടക്കുമായിരുന്നു, പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ഒക്കെ വെക്കുമായിരുന്നു. എന്താണെങ്കിലും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരാം. ടേക്ക് കെയർ, ബൈ ബൈ.